കാറ്റ്. കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ച അല്ലെ. അപ്പൊ പൂച്ച എന്താണ് ഹിന്ദിയിൽ പറയാ? ബില്ലി. ബില്ലി. ബില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ച. ബ എന്ന് എഴുതി ഇടതുവശത്തേക്ക് വള്ളി, 2 ല, ഒരു ലാന്റെ പകുതി വീണ്ടും ഒരു ല, അപ്പൊ 2 ല ബില്ലി, എന്നിട്ട് വലതുവശത്തേക്ക് വള്ളി. അപ്പൊ ബില്ലി എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. ഒന്നുകൂടെ എഴുതാം. ബ ഇടതുവശത്തേക്ക് വള്ളി, ല പകുതി, 2 ല വലതുവശത്തേക്ക് വള്ളി, ബില്ലി. അപ്പൊ ബില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ച. ഹിന്ദിയിൽ ബില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ച. കാറ്റിനെ എന്താണ് ഹിന്ദിയിൽ പറയാ? ബില്ലി. പൂച്ച എന്താണ് ഹിന്ദിയിൽ പറയാ? ബില്ലി. ബ എന്ന് എഴുതി ഇടതുവശത്തേക്ക് വള്ളി, ഒരു ലാന്റെ പകുതി അടുത്ത ല ചേർത്ത് എഴുതി വലതുവശത്തേക്ക് വള്ളി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ബില്ലി എന്ന് ഹിന്ദിയിൽ എഴുതേണ്ടത്. അടുത്തത് ഡോഗ്. ഡോഗ്. ഇപ്പൊ ഡോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായ. നമുക്കറിയാം ഡോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായ. നായി എന്താണ് ഹിന്ദിയിൽ പറയാ? കുത്ത. അപ്പൊ കു എന്ന് എഴുതിയിട്ട് ത എന്ന് എഴുതി മേലെ ഒരു വരയിട്ടാൽ അത് 2 താന്റെ ഉച്ചാരണത്തിലാണ് വായിക്കുക. അപ്പൊ ഥ എന്ന് വായിക്കാൻ, സ്ട്രെസ് ചെയ്ത് വായിക്കാൻ. അപ്പൊ കുത്ത. കുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായ. ഒന്നുകൂടെ എഴുതാം. ക എന്ന് എഴുതി മുകളിലേക്ക് ചിഹ്നം കു, താഴെ എഴുതി മുകളിലൊരു വര, വീണ്ടും ദീർഘം. അപ്പോ കുത്ത. കുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായ. ഡോഗ്, നായ എന്നുള്ളതിനെ എന്താണ് ഹിന്ദിയിൽ പറയാ? കുത്ത. കുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായ. കു 2 ത ദീർഘം, കുത്ത. കുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായ, ഡോഗ്. അടുത്തത് കൗ, പശു. പശു എന്നുള്ളതിന് എന്താണ് ഹിന്ദിയിൽ പറയാ? പശുവിനെ ഹിന്ദിയിൽ ഗായ്. ഗായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശു. ഒന്നുകൂടെ എഴുതാം. ഗായ് ദീർഘം, യാ, ഗായ്. ഗായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശു. പശുവിനെ ഹിന്ദിയിൽ പറയുന്നതാണ് എന്ത്? ഗായ്. കൗവിന് എന്താണ് ഹിന്ദിയിൽ പറയാ? ഗായ്. ഗായ് എന്ന് ഹിന്ദിയിൽ പറഞ്ഞാൽ പശു അല്ലെങ്കിൽ കൗ.